വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേയുടെ ഭാഗമായി പ്രവിൻഷ്യ ഗ്രൂപ്പിന്റെ ഹൈജിയ യൂണിറ്റ് സ്ട്രെസ് ആൻഡ് ഇംപാക്ട് മാനേജ്മെന്റ് എന്ന വിഷയത്തിൽ ബോധവൽക്കരണ പ്രോഗ്രാം നടത്തി. പ്രവിൻഷ്യ ഗ്രൂപ്പ് ചെയർമാനും സ്ട്രാറ്റജിസ്റ്റുമായ ഡോക്ടർ ഹരീഷ് നയിച്ച ഈ സെഷനിൽ മാനസികാരോഗ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യവും സമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനുള്ള ശാസ്ത്രീയ മാർഗങ്ങളും വിശദമായി അവതരിപ്പിച്ചു. ഡോക്ടർ ഹരീഷ് എസ് മൈൻഡ് ഷിഫ്റ്റ് 360 എന്ന പ്രോഗ്രാമിന്റെ പ്രായോഗിക ഡെമോയും അവതരിപ്പിച്ചു. ചിന്താശേഷി, ആത്മവിശ്വാസം, സാമൂഹിക ബന്ധങ്ങൾ എന്നിവ വളർത്തുന്നതിനുള്ള പ്രായോഗിക മാർഗങ്ങൾ, വ്യക്തിജീവിതത്തിലും ജോലിസ്ഥലത്തും സമ്മർദ്ദം കുറയ്ക്കാനുള്ള തന്ത്രങ്ങൾ, ആത്മസന്തുലിതത്വം നിലനിർത്താനുള്ള മാനസിക വ്യായാമങ്ങൾ എന്നിവയെക്കുറിച്ചും അദ്ദേഹം പങ്കുവച്ചു. ആധുനിക ജീവിത രീതികൾ മനുഷ്യരിൽ സൃഷ്ടിക്കുന്ന സമ്മർദ്ദങ്ങളും അതിന്റെ മാനസിക ശാരീരിക പ്രത്യാഘാതങ്ങളും വിശദീകരിച്ചുകൊണ്ട് പ്രതിരോധപരമായ സമീപനങ്ങൾ സമൂഹത്തിൽ എത്രത്തോളം അനിവാര്യമാണെന്ന് ഡോക്ടർ ഹരീഷ് ചൂണ്ടിക്കാട്ടി. നോളജ് പറഞ്ഞു കൊടുക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ എനിക്ക് തോന്നുന്ന കുറച്ച് ഒരു സർട്ടൺ ഏജ് കഴിയുന്നവർക്ക് നമ്മൾ ഡിജിറ്റൽ അവയർനെസ്സും ഡിജിറ്റൽ സെഷൻസും അവർ മോഡേണൈസ് ചെയ്യപ്പെട്ടാൽ മാത്രമാണ് അവർ നോളജ് ഇതിന് ഇൻക്ലൂഡഡ് ആവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇവരെ മാറ്റി നിർത്താൻ നിർബന്ധത്തിലാവും. മാറ്റി നിർത്തിയിട്ട് ഒരു കാര്യമില്ല. ഒരു ഡോക്ടറെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല. ഞങ്ങൾ അസിക്കോൺ ചെയ്തപ്പോൾ കിട്ടിയ ഏറ്റവും വലിയ അസിക്കോൺ ഓൾ ഇന്ത്യ സർജൻസിന് വേണ്ടിയിട്ട് ഒരു പ്രൊജക്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ട്രെസ്സിൽ തന്നെ സർജൻസിന്റെ പ്രൊജക്ട് മാത്രമാണ്. അതിൽ എയിംസിൽ ഒരു ഡോക്ടർ പറഞ്ഞൊരു കാര്യമാണ്. എയിംസ് അദ്ദേഹം വ്യക്തിജീവിതത്തിലും തൊഴിൽ മേഖലകളിലും സമ്മർദ്ദം തിരിച്ചറിയുകയും അതിനെ നിയന്ത്രിക്കുന്ന മനഃശാസ്ത്രപരമായ മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നത് മികച്ച ജീവിത നിലവാരത്തിലേക്ക് നയിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഹൈജിയ ടീം അംഗങ്ങൾ, പ്രവിൻഷ്യ ഗ്രൂപ്പ് പ്രതിനിധികൾ, പാലക്കാട് ഫോർട്ട് വർക്കേഴ്സ് ക്ലബ് അംഗങ്ങളായ റിട്ടയർഡ് ഡിവൈഎസ്പി മുഹമ്മദ് കാസിം, റിട്ടയർഡ് വിജിലൻസ് എസ്പി വിജയൻ എന്നിവരും മറ്റംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. സെഷനിൽ പങ്കെടുത്തവർ മാനസികാരോഗ്യ സംരക്ഷണത്തിന്റെ ആവശ്യകതയും സമ്മർദ്ദ നിയന്ത്രണത്തിന്റെ പ്രാധാന്യവും ഉൾക്കൊണ്ട പരിപാടിയെ വളരെയധികം പ്രസക്തമായതെന്ന് വിലയിരുത്തി. മാനസികാരോഗ്യ സംരക്ഷണവും സാമൂഹിക സുരക്ഷിതത്വവും പ്രിവെന്റീവ് കെയറും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രവിൻഷ്യ ഗ്രൂപ്പിന്റെ ദൌത്യത്തിന്റെ ഭാഗമായി ഹൈജിയയിൽ നടന്ന ഈ സെഷൻ ജീവിതരീതിയിലും ചിന്താശേഷിയിലും പോസിറ്റീവ് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പ്രേരണയായി.